അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കുറേ ഏകദേശം ഒരു 5 ആട്ടിൻകുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ 5 ആട്ടിൻകുട്ടികൾ കൂടെ നമുക്ക് അതിന്റെ വിലയൊന്ന് ചോദിക്കാം. അതായത് 3 ആണും 2 പെണ്ണുമാണ് നീ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് എല്ലാം കൂടെ ഏകദേശം എത്ര രൂപ വില വരും? 22,500. അപ്പൊ ആവറേജ് നമുക്ക് ഒരു ആട്ടിൻകുട്ടിക്ക് എത്ര വെച്ചാവുന്നുണ്ട്? അതായത് 4,500. ഏകദേശം നമുക്കൊരു 4,500 തൊട്ട് നമുക്ക് ഒരു ആട്ടിൻകുട്ടിയെ 4,500 അതിൽ താഴെയും കിട്ടുന്നുണ്ട്. ഞാൻ പലയിടത്തും ചോദിച്ചപ്പോൾ പറയുന്നതാണെങ്കിൽ 4,500 22,500 അല്ലേ ചേട്ടാ? 22,500 അല്ലേ പറഞ്ഞു? 22,500 നമുക്കൊരു 5 ആട്ടിൻകുട്ടികളല്ലേ? 3 ആണും 2 പെണ്ണും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് വില പേശി നമുക്ക് അത്യാവശ്യം ലാഭത്തിന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. നമസ്കാരം, രാഹുലാണ്. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മളെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വയ്യാങ്കര ചന്തയിലാണ്. അപ്പൊ ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച ദിവസമാണ് ചന്ത ദിവസം എന്ന് പറയുന്നത്. വേറെ ദിവസം കൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം, അതായത് ഈ പറയുന്ന കണക്ക് ആടുകളാവട്ടെ, പോത്തുകളാവട്ടെ, പശുക്കളാവട്ടെ, കാളക്കുട്ടന്മാരാവട്ടെ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആടുകളുടെ ചന്തയിലാണ്. 11 മണിക്കാണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആട്ടിൻകുട്ടികളെയും ഈ പറയുന്ന കണക്ക് തള്ളയാടുകളെയും മുട്ടനാടുകളെയും എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വിലപേശി വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ വിലയൊന്നും ആവുന്നില്ല, അത്യാവശ്യം ലാഭത്തിലാണ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതിന് തൊട്ട് അവസാനം വരെ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഓടി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആട് ചന്തയുടെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഞാൻ ചന്തക്കകത്തുണ്ട്. ആറ് ഞാൻ വരിക. എത്ര കേട്ടോ കുട്ടികളെല്ലാം കൂടെ എത്ര വരും? എന്നാൽ എത്ര രൂപ നമുക്ക് ഒരു കർഷകൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റും ഇവിടുന്ന്? അതായത് ഈ നിൽക്കുന്ന 2 കുട്ടികൾ 12,000 രൂപയ്ക്ക്. അത്രേ ഉള്ളൂ. ഈ 3 എണ്ണം ആണെങ്കിൽ നമുക്ക്, അതായത് ഈ 3 എണ്ണം 17 രൂപ. മുട്ടൻ കുട്ടികൾ നല്ല വിലക്കുറവാണല്ലോ നമുക്കിവിടെ. ഇതൊരു ആണും ഒരു പെണ്ണും. ഇതാണെങ്കിൽ 3 മുട്ടൻ കുട്ടികളല്ലേ? ഓക്കെ. തള്ളയും കുട്ടിയാണോ കേട്ടോ ചേട്ടാ? തള്ളയും കുട്ടിയാണോ? എത്ര കൊടുക്കും? 21. തള്ളയും കുട്ടിക്ക് 21 ഉള്ളൂ അല്ലേ? ഈ നിൽക്കുന്ന തള്ളയും കുട്ടിക്കും 21 രൂപയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ നമ്മുടെ ആടുചന്തയിലാണ്. നല്ല തനി നാടൻ ആടുകളുണ്ട്, നമുക്ക് ഹൈബ്രിഡ് ആടുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ആട്ടിൻകുട്ടികളെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് ചെവിനീട്ടം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഹൈബ്രിഡ് ആടുകളുണ്ട്, ആട്ടിൻകുട്ടികളുണ്ട്, തള്ളയാടുകളുണ്ട്, മുട്ടനാടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവർ മേടിച്ച് മാറ്റി കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് ആ ഓരോ സൈഡിലൊക്കെ കെട്ടിയിരിക്കുകയാണ് ഇവിടെ. ചന്ത തുടങ്ങിയത് ഏകദേശം ഒരു 11 മണിയോളമാണ് ചന്ത തുടങ്ങിയത്. കാര്യം സാധാരണ എല്ലാ പ്രാവശ്യവും നേരത്തെയൊക്കെ എൻ്റെ ഒരു അറിവിലൊരു വെളുപ്പിനായിരുന്നു ചന്ത തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്തോ കാരണം കൊണ്ടാണ് അവരിപ്പോൾ ഒരു 11 മണിക്ക് ചന്ത സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
നല്ല റഷാണ് കേട്ടോ. നല്ല റഷ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആടിൻ്റെ ചന്തയിലാണ്. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ പോത്തിൻ്റെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട്, കാളക്കുട്ടന്മാരുടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ആടുകളുടെ ചന്ത വരുന്നത്. നല്ല റഷാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനിടയ്ക്ക് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ആട്ടിൻകുട്ടികളും ആടുകളാണ് നമുക്കിവിടെ ഇന്നത്തെ ലോഡിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് അടിപൊളി ഒരു സിരോഹിയുടെ ഒരു മുട്ടനാട് ഇപ്പോൾ ഉണ്ട്. നല്ല സൈസ് ഒത്ത നമ്മുടെ കുതിര എന്നൊക്കെ പറയുന്ന അതേ കണക്ക് ഇരിക്കുന്ന ഒരു സിരോഹിയുടെ ഒരു മുട്ടനാടാണ്. ചേട്ടത് എത്ര ചോദിക്കുന്നത്? 33 രൂപയ്ക്ക് നല്ല അടിപൊളി സിരോഹിയുടെ ഒരു മുട്ടനാട് അല്ലേ? ഏകദേശം എത്ര കിലോ ആണ് ചേട്ടാ? 35 കിലോ അടുപ്പിച്ച് വരും. നല്ല അടിപൊളി ഒരു മുട്ടനാട്. ഏകദേശം എന്റെ ഇടുപ്പിന്റെ അത്രയും പൊക്കം വരുന്നുണ്ട് അതിന്. അടിപൊളി ഒരു മുട്ടനാടാണ്. അപ്പൊ 21 നമ്മുടെ ചോദ്യം അല്ലേടാ? 21 അല്ലേ? സോറി 33. ഓക്കെ. എനിക്ക് തെറ്റിയാണ്. എന്തായാലും നടക്കട്ടെ. ഇതെല്ലാം നല്ല റഷാണ്. കൂടെ ഞാനിങ്ങനെ പോവുകയാണ്. നല്ല പൊടിയാണ് കേട്ടോ. നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 ആട്ടിൻകുട്ടികളെ പോകുന്നത്. എത്ര കേട്ടോ രണ്ടെണ്ണം ചോദിക്കുന്നത്? 15,000 രൂപയ്ക്ക് 2 ആട്ടിൻകുട്ടി. ഓക്കെ. 2 ആട്ടിൻകുട്ടികൾ ഇത് രണ്ടും 15,000 രൂപ. തിരക്കാണ്. നമുക്ക് സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് പശുക്കളുടെ ലോഡ് വരുന്നുണ്ട്. പശുക്കളുടെ ലോഡ് ഇവിടെ ഇറക്കുകയാണ്. നമുക്ക് രാവിലെ ഒരു 11 മണിക്കൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആട്ടിൻകുട്ടികളെയൊക്കെ വേണമെങ്കിൽ, ആട്ടിൻകുട്ടി മാത്രമല്ല ഈ പറയുന്ന കണക്ക് പോത്തുണ്ട്, പശുവുണ്ട്, ആടുകളുണ്ട്, കാളക്കുട്ടന്മാരുണ്ട്, പശുക്കളുണ്ട്. ഒരു 11 മണിക്ക് ചന്ത സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആട്ടിൻകുട്ടികളെയും പോത്തുകളെയൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ചന്തയുടെ പേര് നമുക്ക്, ഈ ചന്തയുടെ പേരെന്താ ചേട്ടാ? വയ്യാങ്കര ചന്ത. അതായത് കരുനാപ്പള്ളി ശൂരനാട്. അതായത് നമ്മുടെ ശൂരനാടുള്ള വയ്യാങ്കര ചന്തയാണിത്. അപ്പം 11 മണിക്കാണ് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നല്ല അടിപൊളി 2 മുട്ടന്മാര്. അപ്പം ജസ്റ്റ് നമുക്ക് അതിന്റെ കാര്യം ചോദിച്ചാലോ? ഇത് ക്രോസ് ബ്രീഡ് ആണെന്നോ? അല്ലേടാ, ക്രോസ് ബ്രീഡ് ആണോ? ആള് വേറെ ആണല്ലേ? ഓക്കെ. നല്ല 2 ഈ പറയുന്ന കണക്ക് തനി ബ്ലാക്ക് ആണ് കേട്ടോ. തനി ബ്ലാക്ക്. നല്ല അതിന്റെ രോമങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല അടിപൊളി 2 മുട്ടനാടുകളാണ് അല്ലേ? അപ്പൊ അതിന്റെ ആള് നമുക്ക് ഇവിടെ ഇല്ല. ആളുണ്ടായിരുന്നു, നമുക്ക് ചോദിക്കായിരുന്നു. നമുക്ക് എത്രയാണ് അതിന്റെ റേറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കായിരുന്നു. സിരോഹിയെ കൊണ്ടുവരികയാണ്. നമ്മളാ കണ്ട സിരോഹി പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം 3 ആട്ടിൻകുട്ടികളൊക്കെ നമുക്ക് തുച്ഛമായിട്ടുള്ള പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. നല്ല റഷാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. നല്ല റഷാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്.
നമുക്ക് വില പേശി വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരു വില പറയും, നമുക്കൊരു വില പറയാം. അപ്പൊ നമ്മളുടെ വിലയ്ക്ക് ഒതുക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഈ ചന്തകളിൽ വന്നുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ യൂട്യൂബ് ചാനൽ RG ഫാമിംഗ് എന്ന് പറയും. യൂട്യൂബ് ചാനൽ RG ഫാമിംഗ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് ഇവിടെ നമുക്കൊരു 2 ചെമ്മരി ആട്ടിൻകുട്ടികൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ കാര്യം നോക്കിയാലോ. ജസ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോൾ അകത്തോട്ട് കയറുമ്പോൾ 2 ചെമ്മരി ആട്ടിൻകുട്ടികൾ. ആണാട്ടുകുട്ടിയാട്ടാ, ആണാട്ടുകുട്ടിയാ, 2 ചെമ്മരി ആട്ടിൻകുട്ടികൾ. കാണാൻ നല്ല ഭംഗിയാണ്. ജസ്റ്റ് നമുക്ക് അതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂസ് ഒന്ന് നോക്കാം. നല്ല 2 ചെമ്മരിയാട്ടിന്റെ കുട്ടികളാണ്. കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വയസ്സൊക്കെ കാണത്തില്ല കേട്ടോ. ഓ ഹിന്ദി പാല, ഹിന്ദി പാല, ബീഹാർ. ഓക്കെ ഓക്കെ, UP. അപ്പൊ അവര് നമ്മുടെ നാട്ടിൽ വളർത്തിയല്ല, UP നിന്ന് കൊണ്ടുവന്ന ആടുകളാണ്. 2 ചെമ്മരിയാടാണ്. അപ്പൊ അതിന്റെ ഒന്നും റേറ്റ് ഞാൻ ചോദിക്കുന്നില്ല. അപ്പം അതൊക്കെ ഈ പറയുകയാണെങ്കിൽ മോഹവിലയായിരിക്കും. കുറേ ആടുകളാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത്. നമ്മൾ സൈഡിലോട്ട് മാറുമ്പോഴും അടാറ് ഒരു സാധനം നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. അടാറ് സാധനം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നമുക്കിവിടെ കച്ചവടങ്ങൾ നടക്കുന്നു. അപ്പം നമ്മളവിടെ ശല്യപ്പെടുത്താതെ നമ്മൾ മാറിക്കുവാണ്. കച്ചവടം നടന്നു. അവിടെ ആ ഒരു അടിപൊളി സാധനം നിൽക്കും. നമുക്ക് അവൻ്റെ അടുത്തോട്ടൊന്ന് പോകണം. അതിനിടയ്ക്ക് നല്ല തിരക്കാണ് നമുക്കിവിടെ. അതും ഇതെല്ലാം ഒരാളുടെ വാങ്ങിക്കാനായിട്ട് നോക്കിയിരിക്കുന്നതാണ്. സൈഡിലോട്ട് വരുമ്പോൾ ഈ കാണുന്നതെല്ലാം വാങ്ങിച്ച് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ആടുകളെല്ലാം വാങ്ങിച്ച് കെട്ടിയിരിക്കുന്നതാണ്. ഒരു ഹൈറ്റ് നമുക്ക് അവിടെ നിൽക്കുന്നു. അവൻ്റെ അടുത്തോട്ട് പോകാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണ് ആ പറഞ്ഞ ഐറ്റം എന്ന് പറയുന്നത്. ചേട്ടാ കച്ചവടം ചേട്ടാ, കച്ചവടമായോ? അടാറൊരു സാധനമാണ് നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോൾ അതായത് നമ്മൾ ഹൈദരാബാദ് ബീറ്റിലിൻ്റെ മുട്ടനാണെന്ന്. ഹൈദരാബാദ് ബീറ്റിലിൻ്റെ ഒരു അടിപൊളി ഒരു മുട്ടനാണ്. ഒരാൾ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല ആ സാധനം. അവനെ അഴിക്കുകയാണ് കേട്ടോ. ഒരു കയറ് നമ്മള് മരത്തിലും ഒരു കയറ് ഈ പറയുന്ന കണക്ക് എന്താ നമ്മളെ ചേട്ടൻ കയ്യിലും പിടിച്ചിരിക്കുകയാണ്. അല്ലാതെ നിക്കത്തില്ല അവനെ പിടിച്ചു കഴിഞ്ഞല്ലേ. അത് നമ്മൾ ചോദിച്ചോണ്ടിരിക്കുക. ഏകദേശം 40,000 രൂപ. അതായത് നമ്മൾ ഇതിന് ഒരു 40,000 ചോദിക്കുന്നത്. അപ്പം പല വിലകൾ വരുന്നുണ്ട്. അപ്പം ചേട്ടന് ഒറ്റ വിലയാണെങ്കിൽ ചേട്ടൻ കൊടുക്കും. അതാണ് നമുക്ക് ഈ നിൽക്കുന്ന ഒരു കിടായാണ്. അതായത് ചെനയുള്ളതല്ലേ. എത്ര മാസം ചെന ചേട്ടാ? 4 മാസം. ചേട്ടൻ നമ്മളെ പറ്റിച്ചാണ്. അതാണ് മുട്ടനാട്. ഒരു വയസ്സിൽ ഇത്ര സൈസായല്ലേ? എത്ര ചോദ്യം ചേട്ടാ? 30 രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു ചേട്ടൻ നമ്മൾ ആദ്യം ഒന്ന് പറ്റിച്ചു. മുട്ടനാടാണ്. അപ്പോൾ ഒരു 30 രൂപയാണ് നമ്മൾ ചോദ്യം. ഈ പറയുന്ന കണക്ക് നാടനാടാണ് അല്ലേ? അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ആടാണ്. അപ്പോൾ ഈ പറയുന്ന ഇതാണ്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് ചന്ത സ്റ്റാർട്ട് ചെയ്യും. ചന്ത സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആട്ടിൻകുട്ടികളെയും തള്ളയാടിനെയും കുട്ടിയായിട്ടുള്ളതും അതല്ലാതെ ആണാടിനെയും എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇവന് ചോദിക്കുന്നത് ഏകദേശം ഒരു
40,000 നമുക്ക് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കച്ചവടം നടക്കട്ടെ, നമ്മൾ സൈഡിലോട്ട് മാറുകയാണ്. ഇവിടെ നമുക്ക് ഈ ലോറിക്കകത്തൊക്കെ പറയുന്ന കണക്ക് ആടുകളെല്ലാം വരുന്നതേ ഉള്ളൂ. ഇവിടാണ് ചന്ത നടക്കുന്നത്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലോറിക്കകത്ത് നിന്ന് ഇറക്കി കെട്ടുകയാണ് കേട്ടോ. അത് കണക്ക് തന്നെ നമുക്ക് ഇവിടെ എല്ലാം ആടുകളെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. അതിനകത്ത് തന്നെ പശുക്കുട്ടന്മാർ വരുന്നുണ്ട്. ഈ ഒരു ചന്തയുടെ ഒരു സൈഡാണ് കേട്ടോ, ആട് ചന്തയുടെ ഒരു സൈഡാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്.